നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ തള്ളി കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ കാന്തപുരവുമായി ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുമായി തങ്ങൾക്ക് ബന്ധമില്ല. ഇസ്ലാമിക നിയമവും യുക്തിയും അനുസരിച്ച് ഇത്തരം ചർച്ചകൾ അസ്വീകാര്യമാണെന്നും അബ്ദുൽ ഹത്താഫ് മെഹദി സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി കാന്തപുരം വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകൾ ഗുണം ചെയ്തു എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് ആഘോഷമാക്കുകയും ചെയ്തു. കാന്തപുരം നേരിട്ടെത്തി ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന സാഹചര്യവുമുണ്ടായി. എന്നാൽ ഇത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് മരിച്ച യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. മറ്റാരെയും ഇതുവരെ ചർച്ചയ്ക്ക് കണ്ടിട്ടില്ല. പ്രഭാഷകനുമായി ആശയവിനിമയം നടത്തിയവർ തങ്ങളുടെ അനുവാദത്തോടെയല്ല ഇത് ചെയ്തത്. കാന്തപുരവുമായി ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും അബ്ദുൽ ഫത്താഹ് മെഹദി സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കി. അതേസമയം യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ.എ. പോളിന്റെ വാദത്തിനെതിരെയും അബ്ദുൽ ഫത്താഹ് മെഹദി രംഗത്തെത്തി. ഇതിനിടെ കഴിഞ്ഞ ദിവസം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി കാന്തപുരം ഒരു കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ നിമിഷപ്രിയയുടെ കുടുംബാംഗങ്ങളല്ലാത്ത പുറത്തുനിന്നുള്ള ഇടപെടലുകൾ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ജനം, ഡൽഹി.